ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയസ്കന്ധം 13-ാം അധ്യായം. ശ്രീ ശുക ഉവാച. നിശമ്യവാചം വദതോ മുനേ പുണ്യതപാം നൃപ ഭൂയ പപ്രച്ഛ കൗരവ്യോ വാസുദേവ കഥാധൃതഃ. ശ്രീ ശുകമുനി അരുളി ചെയ്തു, അല്ലയോ രാജാവേ, ലോകസൃഷ്ടി രഹസ്യത്തെ വിവരിച്ച് ഉപദേശിക്കുന്ന മൈത്രേയരുടെ പരിശുദ്ധവും അന്ധക്കരണത്തെ ശുദ്ധമാക്കുവാൻ സമർത്ഥവുമായിരിക്കുന്ന വാക്കുകേട്ട് സന്തോഷിച്ചും അന്ധക്കരണത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ വാസുദേവൻ്റെ കഥാശ്രവണത്തിൽ ആദരത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടുമിരിക്കുന്ന വിതുരർ പിന്നെയും മൈത്രേയരോട് ചോദിച്ചു. വിതുര ഉവാച. സ വൈ സ്വയംഭുവ സമ്രാട് പ്രിയപുത്ര സ്വയംഭുവഃ പ്രതിലഭ്യ പ്രിയാം പത്നിം കിം ചകാര തതോ മുനേഃ. വിതുരർ ചോദിച്ചു, ഹേ മുനെ, അവിടത്തേക്ക് അറിയാത്തതായി യാതൊന്നുമില്ല. ബ്രഹ്മാവിൻ്റെ പ്രിയപുത്രനും ലോകാധിപനും സുപ്രസിദ്ധനുമായ സ്വയംഭുവ മനു പ്രിയ ഭാര്യയെ ലഭിച്ച ശേഷം എന്തു ചെയ്തു? ഹേ സത്തമ, ലോകത്തിൽ രാജധർമ്മത്തെ പ്രചരിപ്പിക്കുവാൻ ഒന്നാമതായി അവതരിച്ച ഭഗവത് അംശഭൂതനും ഋഷിചര്യയെ അതിക്രമിക്കാതെ രാജനിലയിൽ വസിച്ചവനുമായ ആ സ്വയംഭൂ മനുവിൻ്റെ ചരിത്രം കേൾപ്പാൻ ശ്രദ്ധയോടിരിക്കുന്ന എന്നോട് വിസ്തരിച്ചു പറയുമാറാകണം. ആ മഹാത്മാവ് അഖിലേശ്വരനായ ശ്രീനാരായണസ്വാമിയെ ആശ്രയിച്ചിരിക്കുന്ന ഭക്തോത്തമനാണല്ലോ. ആ വിധത്തിലുള്ള പുണ്യപുരുഷന്മാരുടെ ചരിതം അങ്ങയെപ്പോലെ സത്തമന്മാരിൽ നിന്ന് കേൾപ്പാൻ ഇടവരുന്നത് മഹാഭാഗ്യമല്ലേ? ആ മഹാത്മാക്കളുടെ ചരിതം അവശ്യം കേൾക്കേണ്ടതാണെന്ന് പറഞ്ഞതിന് കാരണം കാണിച്ചുറപ്പിക്കുന്നു. ബഹുകാലം പരിശ്രമിച്ചു സാധിച്ചിരിക്കുന്ന അധ്യയനാദികൾ നിമിത്തം പുരുഷന്മാർക്ക് സിദ്ധിക്കേണ്ടതും സുഖസാധകവുമായ പരമബലമാണ് മുക്തിദാതാവായ ഭഗവാന്റെ പാതാരവിന്ദത്തെ എപ്പോഴും ഹൃദയത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന പുണ്യപുരുഷന്മാരുടെ ചരിത്രത്തെ നിരന്തരം ശ്രവിപ്പാൻ ഇടവരുന്നതെന്ന് പരമപണ്ഡിതന്മാർ അതിനിശ്ചിതമായി അഭിപ്രായപ്പെട്ടിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് ഭക്തോത്തമനായ സ്വയംഭൂ മനുവിൻ്റെ ചരിതം കേൾപ്പാൻ എനിക്ക് താൽപ്പര്യം നല്ലവണ്ണമുണ്ട്. അതിനെ അങ്ങരുളി ചെയ്യണം. ശ്രീ ശുക ഉവാച. ഇതി ബ്രുവാണം വിതുരം വിനീതം സഹസ്രശീഷ്ണശ്ചരണോപദാനം പ്രഹൃഷ്ടരോമാ ഭഗവത്കഥായാം പ്രണീയമാനോ മുനിരഭ്യജഷ്ടഃ. ശ്രീ ശുകമുനി പറഞ്ഞു, ഹേ രാജൻ, വിതുരർ മഹാത്മാവാണ്. അദ്ദേഹത്തിൻ്റെ ഉത്സംഗത്തിൽ 1000 ശിരസ്സുകളും 1000 കൈകളുമുള്ളവനെന്ന് വേദത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ പാദപത്മങ്ങളെ നീട്ടിവെച്ചിരുന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഗുരുവിൻ്റെ നേർക്കുണ്ടായിരിക്കേണ്ടതായ വിനയാദി സൽഗുണങ്ങൾ തികഞ്ഞവനുമാകുന്നു. അപ്രകാരമുള്ള വിതുരരുടെ ചോദ്യം കേട്ടപ്പോൾ ശ്രീ ഭഗവാന്റെ ഗുണവിശേഷങ്ങളെ പുനരാലോചന ചെയ്യുവാനിടവന്നു. അതുനിമിത്തം അന്ധക്കരണം സത്വോന്മുഖമായ മുനിക്ക് രോമാഞ്ചമുണ്ടായി. ആനന്ദസമേതം വിതുരരോട് പറഞ്ഞു തുടങ്ങി. മൈത്രേയ ഉവാച. യഥാ സ്വഭാര്യയാ സാകം ജാതസ്വയംഭുവോ മനുഃ പ്രാഞ്ജലി പ്രണതശ്ചേദം വേദഗർഭമഭാഷത. മൈത്രേയർ പറഞ്ഞു, സ്വയംഭൂ മനുവും ഭാര്യയായ ശതരൂപയും ബ്രഹ്മാവിൽ നിന്ന് ഒരേ സമയത്ത് ജനിച്ച ഉടനെ മനു അഞ്ജലിബന്ധം ചെയ്ത് നമസ്കരിച്ച് ഈ വിധം പറഞ്ഞു. ഹേ ഭഗവൻ, സകല ഭൂതങ്ങളെയും ഉത്ഭവിപ്പിച്ചതും അവരെ പോഷിപ്പിക്കുന്നതും അങ്ങൊരുവൻ തന്നെയാകുന്നു. അങ്ങയ്ക്ക് അന്യരിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടൊന്നുമില്ല. എന്നാലും പ്രജകളായ ഞങ്ങൾക്ക് അങ്ങയുടെ പരിചര്യാകർമ്മം സാധിക്കണമല്ലോ. അതിനായിട്ട് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ആജ്ഞാപിച്ചാലും. ഞങ്ങളുടെ ശക്തിക്ക് അനുസരിച്ചതായ ഏതൊരു കർമ്മം ചെയ്താൽ ഈ ലോകത്തിൽ സർവത്ര കീർത്തിയും പരലോകത്തിൽ സൽഗതിയും ഞങ്ങൾക്ക് ലഭിക്കുമോ, ആ വിധമുള്ള പ്രവൃത്തി എന്താണെന്ന് അങ്ങ് ഞങ്ങളോട് കൽപ്പിക്കുമാറാകണം. ബ്രഹ്മോവാച. പ്രീതിസ്തുഭ്യമഹം താതാ സ്വസ്തിസ്താധ്വാംഷിതീശ്വര യന്നിർവെളീകേന ഹൃദാ ശാതിമേത്യാത്മനാർപ്പിതം. ബ്രഹ്മാവ് പറഞ്ഞു, ഹേ ഭൂമിക്ക് അധിപതനായ സാർവഭൗമ, എന്നോട് ആജ്ഞാപിച്ചാലും എന്നുള്ള കപടമില്ലാത്ത പ്രാർത്ഥനയോടുകൂടെ നിന്റെ ശരീരത്തെ എനിക്കായി സമർപ്പിച്ചതുകൊണ്ടു തന്നെ
ഞാൻ നിന്റെ പേരിൽ സന്തോഷിച്ചു. സ്ത്രീ പുമാന്മാരായ നിങ്ങൾ രണ്ടുപേർക്കും കല്യാണം ഭവിക്കട്ടെ. ഹേ വീര, പിതാവ് മുതലായ ഗുരുജനങ്ങളിൽ പുത്രന്മാർ, ശിഷ്യന്മാർ എന്നിവർ ചെയ്യേണ്ടതായ പൂജ ഇതുമാത്രമേയുള്ളൂ. പിതാവ് മുതലായ ഗുരുജനങ്ങളുടെ ആജ്ഞയെ ശക്തിക്ക് അനുസരിച്ച വിധം ദോഷദൃഷ്ടി കൂടാതെയും ശ്രദ്ധയോടുകൂടെയും അനുസരിക്കണം. അത് നീ ചെയ്തു കഴിഞ്ഞതിനാൽ ഇതിലധികം ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. എൻ്റെ ആജ്ഞയെ ശക്തിക്ക് അനുസരിച്ച വിധം സ്വീകരിപ്പാൻ ഒരുങ്ങിയതിനാൽ തന്നെ ഞാൻ സന്തോഷിച്ചു. എൻ്റെ ആജ്ഞയെ പരിപാലിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന നീ ആത്മഗുണങ്ങൾക്കനുരൂപന്മാരായ സന്താനങ്ങളെ ഇവളിൽ ജനിപ്പിച്ചിട്ട് ശാസ്ത്രരീതിയെ അനുസരിച്ച് ഭൂമിയെ പരിപാലിക്കുകയും സ്വധർമാനുഷ്ഠാന രൂപങ്ങളായ യത്നങ്ങളെക്കൊണ്ട് ശ്രീനാരായണനെ ആരാധിക്കുകയും ചെയ്യുക. രാജാവായ നിൻ്റെ അസാധാരണമായ സ്വധർമ്മം പ്രജാപരിപാലനമാകുന്നു. ആ പ്രവൃത്തിയെ സാദരം അനുഷ്ഠിക്കുന്നതുകൊണ്ടുതന്നെ എൻ്റെ നേർക്ക് കാണിക്കേണ്ടതായ പരിചര്യ വേണ്ടതുപോലെ നിവർത്തിച്ചതായി കരുതിക്കൊള്ളുക. സർവേന്ദ്രിയങ്ങളെയും അതാതു വ്യാപാരങ്ങളിൽ പ്രേരിപ്പിച്ചുകൊണ്ട് സർവാന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ പ്രജാപരിപാലനം ചെയ്യുന്ന നിൻ്റെ പേരിൽ സന്തുഷ്ടനായി ഭവിക്കും. ഒരു രാജാവ് ചെയ്യേണ്ടതായ പിതൃശുശ്രൂഷയും ഈശ്വരപൂജയും പ്രജകളെ പരിപാലിക്കുന്നതായ പ്രവൃത്തി ഒന്നു മാത്രമാണെന്ന് സാരം. ലോകസംരക്ഷാരൂപമായ സ്വധർമ്മത്തെ തെറ്റാതെ നടത്തുന്നവരെല്ലാം ഈശ്വരാനുഗ്രഹത്തിന് പാത്രീഭൂതന്മാരാകുന്നു. യത്നങ്ങളുടെ ബലം നൽകുന്നവൻ സർവേശ്വരനാകുന്നു. ധർമാർത്ഥ കാമങ്ങളായ 3 വിധ പുരുഷാർത്ഥങ്ങളെയും യത്നബലമായിട്ട് ഭഗവാൻ നൽകുന്നു. ആത്മാവിനെ മറച്ചിരിക്കുന്ന അവിദ്യയെ സംഹരിച്ച് മോക്ഷത്തെ ദാനം ചെയ്യുന്നതും ഭഗവാൻ തന്നെ. അപ്രകാരമുള്ള ഭഗവാനെ സന്തോഷിപ്പിക്കുവാൻ ഉപകരിക്കാത്തതായ പ്രവൃത്തി വ്യർത്ഥം തന്നെ. എന്തുകൊണ്ടെന്നാൽ ആ വിധമായ പ്രവൃത്തി കൊണ്ട് അവരുടെ അന്ധകരണങ്ങളുടെ സാക്ഷിയായ ആത്മാവ് തന്നെ പ്രസാദിക്കുന്നില്ലല്ലോ. അപ്പോൾ അവർ അവരെ തന്നെ ആദരിക്കാത്തവരാകുന്നു. സ്വാത്മപ്രസാദമുണ്ടായാൽ അതുതന്നെ ഈശ്വരപ്രസാദം. മനുരുവാച ആദേശേഹം ഭഗവതോ വർത്തേയാമി വസൂദന സ്ഥാനം തിഹ്വാനുജാനീഹി പ്രജാനാം മമജ പ്രഭോ. അപ്പോൾ മനു പറഞ്ഞു, ഭഗവാനായ അങ്ങയുടെ ആജ്ഞയിൽ ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം. എൻ്റെ പ്രവൃത്തിയെ വിഘ്നപ്പെടുത്തുന്നതായ പാപം എനിക്ക് നേരിടുന്ന പക്ഷം അതിനെ നശിപ്പിക്കുന്നതിന് പാപനാശനനായ അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. പിന്നെ അങ്ങയുടെ ആജ്ഞാനുസരണം ഞാൻ സൃഷ്ടിക്കുന്ന പ്രജകൾക്കും എനിക്കും ഇരിപ്പാനുള്ള സ്ഥാനം ഏതാണെന്നും അങ്ങ് കൽപ്പിച്ചു തരണം. അതിനും പ്രഭുവായ അങ്ങു തന്നെ സമർത്ഥൻ. സർവഭൂതങ്ങൾക്കും വസിപ്പാനുള്ള സ്ഥാനമായിരിക്കുന്ന ഭൂമി സർവത്ര നിറഞ്ഞിരിക്കുന്ന ജലത്തിൽ മുങ്ങിക്കിടക്കുന്നുവല്ലോ. അല്ലയോ ദേവ, ദേവിയായ ഭൂമിയുടെ ഉന്നമനത്തിനു വേണ്ടുന്ന ശ്രമം അങ്ങ് ചെയ്യണം. ബ്രഹ്മാവാകട്ടെ മനുവചനം കേട്ടിട്ട് നിരൂപണം ചെയ്തപ്പോൾ ഭൂമി ജലത്തിൽ മുങ്ങിയിരിക്കുന്നുവെന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ടറിഞ്ഞു. സർവനിവാസസ്ഥാനമായ ഇതിനെ എങ്ങനെയാണ് ഉയർത്തേണ്ടതെന്ന് സ്വബുദ്ധിയെ ചലിപ്പിക്കാതെ കുറേ നേരം ചിന്ത ചെയ്തു. ഞാൻ പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കെ പ്രജകൾക്കിരിപ്പാനുള്ള സ്ഥാനമായ ഭൂമിയെ ജലം അതിക്രമിച്ചതുകൊണ്ട് ഭൂമി രസാതലത്തിൽ എത്തിയിരിക്കുന്നു. സർവേശ്വരൻ പ്രജകളെ സൃഷ്ടിക്കുന്നതിനായിട്ട് നിയമിച്ചിരിക്കുന്ന ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാതിരുന്നാൽ ഈശ്വരാജ്ഞയെ ഉല്ലംഘനം ചെയ്തതായ ദോഷം നേരിടുമല്ലോ എന്നാണ് വിചാരിച്ചത്. അധിക നേരം ചിന്തിച്ചിട്ടും ഉപായം അറിയാതിരുന്ന ബ്രഹ്മാവ് ഈശ്വരനെ ശരണം പ്രാപിക്കുന്നു. യാതൊരുവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്ന പുത്രനാകുന്നുവോ ഞാൻ? എൻ്റെ പിതാവും കരുണാനിധിയും പവിത്ര കീർത്തിമാനും സർവാന്തര്യാമിയുമായ ആ ഭഗവാൻ തന്നെ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് തോന്നിപ്പിക്കട്ടെ. അല്ലയോ പരിശുദ്ധ സ്വഭാവമുള്ള വിതുര, ഇങ്ങനെ ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്ന ബ്രഹ്മാവിൻ്റെ നാസികാദ്വാരത്തിൽ നിന്ന് പെരുവിരലോളം വലിപ്പമുള്ള ഒരു ചെറിയ വരാഹം പുറത്തേക്കു ചാടി. പന്നിയുടെ ആകൃതിയിലുള്ള അത്ഭുതമായ ഒരു രൂപം പുറത്തേക്ക് വന്നു. അത്ഭുതലീലയെ നടത്തുന്നതിൽ സമർത്ഥനായ ഭഗവാന്റെ ഈ മാതിരി പ്രവൃത്തിയിൽ അവിശ്വാസം തോന്നുന്നതായ അന്ധക്കരണ മാലിന്യം നിനക്കില്ലാത്തതുകൊണ്ട് ഭഗവൻ മാഹാത്മ്യമോർത്ത് സന്തോഷിച്ചു കൊള്ളുക. ആ വരാഹശിശു ആകാശത്തിൽ നിൽക്കുന്നതിനെ ബ്രഹ്മാവ് നോക്കിക്കൊണ്ടിരിക്കെ അല്പസമയത്തിനുള്ളിൽ ആനയോളം വലിപ്പമുള്ളതായി ഭവിച്ചു. അത് എത്രയും അത്ഭുതമായിട്ട് തോന്നി. ബ്രഹ്മാവ് മരീചി മുതലായ ബ്രാഹ്മണരോടും സനൽകുമാരൻ മുതലായ മഹർഷിമാരോടും മനുവിനോടും കൂടി ആ സൂകര സ്വരൂപത്തെ നോക്കിയിട്ട്
ബഹുവിധം ചിന്ത ചെയ്തു. ഇതെന്തൊരാശ്ചര്യം! സൂകരാകൃതിയെ വ്യാജമായിട്ട് പുറമേ പ്രകാശിപ്പിച്ചുകൊണ്ട് ആകാശത്തിൽ നിൽക്കുന്ന ഈ പ്രാണി ദിവ്യമായ ഒന്നാണെന്നു നിശ്ചയം. ഇത് എൻ്റെ നാസികയിൽ നിന്ന് പുറപ്പെട്ടത് മഹാശ്ചര്യം തന്നെ. ആദ്യം പെരുവിരലിൻ്റെ ഊർധ്വഭാഗത്തോളമുണ്ടായിരുന്ന ഇത് ക്ഷണം കൊണ്ട് പർവ്വതത്തിൻ്റെ ഏകദേശ ഭാഗത്തോളം വലുതായിട്ട് കാണപ്പെടുന്നു. സ്വധർമ്മബലത്തെ ദാനം ചെയ്യുന്ന സാക്ഷാൽ ഭഗവാൻ തന്നെയോ സ്വരൂപത്തെ എനിക്ക് പ്രകാശിപ്പിക്കാതെ എൻ്റെ മനസ്സിനെ ഖേദിപ്പിക്കുന്നതിനായി സൂകരാകൃതിയെ അവലംബിച്ച് ശോഭിക്കുന്ന ഈ ദിവ്യരൂപത്തിൽ കാണപ്പെടുന്നത്. പുത്രന്മാരായ മരീചിയാദികളും ബ്രഹ്മാവും മുകളിൽ വിവരിച്ച വിധത്തിൽ ആലോചിച്ചു കൊണ്ടിരിക്കെ സർവധർമ്മങ്ങളുടെയും ബലത്തെ ജീവന്മാർക്ക് നൽകുന്നതിന് സമർത്ഥനും ഇപ്പോൾ ഭൂമിയെ ഉദ്ധരിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവനുമാകയാൽ അതിനു മതിയായ മഹത്തായ രൂപത്തെ ധരിച്ചവനുമായ ഭഗവാൻ ഗംഭീര ശബ്ദം പുറപ്പെടുമാറൊന്ന് ഗർജിച്ചു. ഭക്തന്മാരുടെ സർവ്വസന്താപങ്ങളെയും നശിപ്പിക്കുന്നതിന് സമർത്ഥനായ ഭഗവാൻ ശ്രീ വിഷ്ണു ദിക്കുകളിൽ നിന്നും പ്രതിധ്വനി ഉണ്ടാകുവാൻ തക്കവിധം ഗംഭീരമായി ഗർജിച്ചിട്ട് ബ്രഹ്മാവിനെയും മരീച്യാദികളായ ബ്രാഹ്മണരെയും സന്തോഷിപ്പിച്ചു. ഓരോ കാര്യങ്ങളെ നിർവഹിപ്പാൻ ഉപകരിക്കുന്ന സമുചിത രൂപങ്ങളെ സ്വേച്ഛയാ ധരിച്ച് അവതരിക്കുന്ന ഭഗവാൻ ഇപ്പോൾ ഭൂമിദ്രണം സാധിപ്പാൻ സമർത്ഥമായ വരാഹരൂപം ധരിച്ചു വന്നിരിക്കുകയാണെന്ന് ബ്രഹ്മാദിദേവന്മാർ ആ ഗർജന ശ്രവണത്താൽ ധരിച്ചു. ഭൂമിയെ എങ്ങനെയാണ് ഉയർത്തേണ്ടതെന്നുള്ള വിചാരം നിമിത്തം അവർക്കുണ്ടായിരുന്ന സന്താപം ആ ശബ്ദശ്രവണ മാത്രത്താൽ നശിച്ചു. ജനർലോകം, തപോലോകം, സത്യലോകം മുതലായ ഉത്കൃഷ്ട സ്ഥാനങ്ങളിൽ വസിക്കുന്ന മുനികളും ഋക്, യജുസ്, സാമം എന്ന വേദങ്ങളാൽ ഭഗവാന്റെ മാഹാത്മ്യത്തെ വർണ്ണിക്കുന്ന സൂക്തങ്ങൾ കൊണ്ട് സ്തോത്രം ചെയ്തു. സ്വധർമാനുഷ്ഠാനുരൂപമായ വേദോക്ത യത്നാദി കർമ്മങ്ങളെ ആരുടെ പ്രീതിക്കായിക്കൊണ്ട് മഹാജനങ്ങൾ നടത്തുന്നുവോ ആ സർവേശ്വരൻ മരീച്യാദികൾ സ്വഗുണത്തെ പ്രകാശിപ്പിക്കുന്ന വേദഭാഗങ്ങളെക്കൊണ്ട് ചെയ്തതായ സ്തോത്രം കേട്ട് സന്തോഷിച്ചിട്ട് വീണ്ടും ഗർജിച്ചു. ഉടനെ അവതാര പ്രയോജനമായ ഭൂമിയുദ്ധരണം സാധിപ്പാനായിക്കൊണ്ട് സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ജലത്തിലേക്ക് മഹാനായ ഗജമെന്ന പോലെ പ്രവേശിച്ചു. വരാഹജാതി സ്വഭാവം മൂലം വാലിനെ ഉയർത്തിയിട്ടുണ്ട്. ആകാശത്തിലാണ് സഞ്ചാരം. ശരീരം അതികഠിനം. പിരടി രോമങ്ങളെ അടിക്കടി ചലിപ്പിക്കുന്നു. കഠിനരോമങ്ങൾ അധികമുള്ള മേൽത്തൊലിയാൽ ആവൃതൻ. കുളമ്പുകളുടെ അടിയിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിൻ്റെ ശക്തിയേറിയ വ്യാപ്തിയാൽ മേഘങ്ങൾ നാലു ഭാഗത്തേക്കും ചിന്നിച്ചെതറിപ്പറക്കുന്നു. ദംഷ്ട്രകൾ അതിശുഭ്രനിറമുള്ളവ. കണ്ണുകളിൽ നിന്ന് അത്യുജ്വലമായ പ്രകാശം പുറപ്പെടുന്നുണ്ട്. ഈ വിധത്തിൽ ഭൂമിയെ ഉയർത്തുവാനായി ജലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭഗവാൻ വരാഹമൂർത്തി വിശേഷവിധിയായിട്ട് വിളങ്ങി. ഭൂമി എവിടെ കിടക്കുന്നുവെന്ന് ഗന്ധത്താൽ അറിയുവാൻ ഉത്സാഹിക്കുന്നതിനെ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ട് നാസാപുടങ്ങളെ വികസിപ്പിക്കുന്ന മായാസൂകരമൂർത്തി വാസ്തവത്തിൽ സാക്ഷാൽ യത്നാങ്കനാകുന്നു. ദംഷ്ട്രകൾ ഭയങ്കരങ്ങളായിരിക്കുന്നുണ്ടെങ്കിലും തന്നെക്കുറിച്ച് സ്തുതിക്കുന്ന ബ്രാഹ്മണരുടെ നേർക്ക് സൗമ്യദൃഷ്ടിയെ കൊണ്ട് കടാക്ഷിച്ചിട്ട് ജലത്തിലേക്ക് പ്രവേശിച്ചു. വജ്രപർവ്വതം പോലെ വലിപ്പവും കടുപ്പവുമുള്ള വരാഹരൂപം പ്രവേശിച്ചപ്പോൾ ഉണ്ടായ ശക്തിയേറിയ പതനത്താൽ അന്തർഭാഗം നുറുങ്ങിപ്പോയ സമുദ്രത്തിൽ നിന്ന് പുറപ്പെട്ട വമ്പിച്ച തിരമാലകളാകുന്ന കൈകളുടെ നാലു ഭാഗത്തേക്കുമുള്ള അടികളാൽ തൻ്റെ തൽക്കാല ദുഃഖത്തെ സൂചിപ്പിക്കുന്നുവോ എന്ന് തോന്നുമാറി ഇളകിമറിഞ്ഞ സമുദ്രത്തിൻ്റെ ശബ്ദം കേട്ടാൽ ഹേ യത്നേശ്വര, എന്നെ രക്ഷിക്കണമേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് കരയുന്നുവോ എന്ന് തോന്നും. പ്രാതർ, മധ്യാഹ്ന, സായങ്കാലങ്ങളിൽ ചെയ്യുന്ന 3 വിധം യത്നങ്ങളാകുന്ന ദേഹത്തോടു കൂടിയ ഭഗവാൻ യത്നമൂർത്തി കരയില്ലാത്ത എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ ജലത്തിൻ്റെയും കര കാണുവാൻ തക്കവിധം തൻ്റെ മൂർച്ചയുള്ള കുളമ്പുകൾ കൊണ്ട് ആ സമുദ്രജലത്തെ അടിച്ചുടച്ചുകൊണ്ട് പ്രവേശിച്ചപ്പോൾ രസാതലത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ഭൂമിയെ കണ്ടു. ഈ ഭൂമി ജീവരാശികളുടെ നിവാസ സ്ഥാനമായതുകൊണ്ട് പ്രളയജലത്തിൽ യോഗനിദ്ര ചെയ്യുന്ന സമയത്തുകൂടെ സ്വാന്തർഭാഗത്തിൽ സൂക്ഷ്മരൂപമായിട്ട് ഭഗവാൻ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ജീവാനുഗ്രഹത്തിനു വേണ്ടി സൃഷ്ട്യാദി ലീലകളെ നടത്തുന്ന ശ്രീ ഭഗവാന്റെ പ്രിയ പത്നിയാണ് ഭൂമി. ജലത്തിൽ താണുകിടക്കുന്ന ഭൂമിയെ ദംഷ്ട്ര കൊണ്ട് ധരിച്ച് മേൽപോട്ട് ഉയർന്നു വരുന്ന ആ യത്നവരാഹരൂപനായ ഭഗവാൻ അധികം ശോഭിച്ചു. അവിടെയും ദേവശത്രുവായ ഹിരണ്യാക്ഷൻ എന്നു പേരായ ആദിദൈത്യനെ സംഹരിക്കുക എന്നുള്ളതായ മറ്റൊരു പ്രയോജനവും ഭഗവാൻ സാധിച്ചു. ആ ദൈത്യാധിപൻ രസാതലത്തിൽ പ്രവേശിച്ചിരിക്കുന്ന വരാഹമൂർത്തിയെ കണ്ടപ്പോൾ
സ്വശത്രുക്കളായ ദേവന്മാരുടെ കാര്യം സാധിക്കുവാനായി അവതരിച്ചിരിക്കുന്ന മഹാവിഷ്ണുവാണിതെന്ന് ധരിച്ചിട്ട് അമിത പരാക്രമശാലിയും നേരിട്ട് എതിർക്കുവാൻ ശക്തനുമാകയാൽ ഗദയെ ധരിച്ചുകൊണ്ട് യുദ്ധത്തിനായി ഭഗവാന്റെ നേർക്കു വന്നു. അപ്പോൾ ഭഗവാനെ വിട്ടുപിരിയാതെയിരിക്കുന്ന സുദർശന ചക്രദേവത ഭഗവത് സന്നിധിയിൽ വന്നു നമസ്കരിച്ച ശേഷം, ഹേ ദേവ, ഈ ദൈത്യനെ സംഹരിപ്പാനുള്ള കൽപ്പന തന്നാലും ഞാൻ ഉടനെ സംഹരിച്ചുകൊള്ളാം എന്നുണർത്തിച്ച് ശുദ്ധ സത്വസ്വരൂപനായ ഭഗവാനിൽ തീവ്രമായ കോപത്തെ ഉജ്ജ്വലിപ്പിച്ചും ഉടനെ ലേശവും പ്രയാസം കൂടാതെ സിംഹം ഗജത്തെ എന്ന പോലെ ഭഗവാൻ ആ ജലത്തിൽ വെച്ചു തന്നെ അവനെ സംഹരിച്ചു. അവൻ്റെ ദേഹത്തിൽ നിന്നുണ്ടായ രക്തത്തുള്ളികൾ കവിൾത്തടത്തിലും മുഖത്തും വ്യാപിച്ചിരുന്നു. ഗൈരകാദിപ്പൊടികൾ വ്യാപിച്ചിരിക്കുന്ന പർവ്വതതടത്തെ കുത്തി ഇടിച്ച കൊമ്പുകളോടുകൂടിയ ഒരു ഗജശ്രേഷ്ഠനെന്ന പോലെ ജലമധ്യത്തിൽ നിന്നും പൊങ്ങിവന്നു. സൽക്കഥയിൽ ശ്രദ്ധയുള്ള പൂജ്യനായ വിതുര ഗജമെന്ന പോലെ അതിശുഭ്രമായ ദംഷ്ട്രാംഗത്തിൽ ഭൂമിയെ ധരിച്ചും കൊണ്ട് ജലത്തിൽ നിന്നും മേൽപോട്ടുയർന്നു വരുന്നത് തമാലം പോലെ നീലനിറമുള്ള ഈശ്വരൻ തന്നെ എന്നറിഞ്ഞ ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ സൂക്തങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തോത്രം ചെയ്തു. ഇതാണ് പ്രസിദ്ധമായ യത്നവരാഹസ്തുതി. ഋഷയ ഊജുഹു ജിതം ചിതം തേ ജിതയത്നഭാവന ത്രയീം തനും സ്വാം പരിധുന്യതേ നമഃ യദ്രോമകർത്തേഷു നിലില്യുരുദ്ധരാസ്തസ്മൈ നമഃ കാരണസൂകരായതേ. ഋഷികൾ സ്തുതിച്ചു. ആരാലും ജയിക്കപ്പെടാതെയും എപ്പോഴും ജയിച്ചുകൊണ്ടുമിരിക്കുന്ന യത്നമൂർത്തെ, വേദമാകുന്ന രൂപത്തെ ചലിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. യാഗങ്ങൾ യാതൊരുവിൻ്റെ രോമകൂപങ്ങളിൽ അടങ്ങിയിരിക്കുന്നുവോ, കാര്യാർത്ഥം സൂകരരൂപം ധരിച്ചിരിക്കുന്ന ആ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. രൂപം തവൈതൻ അനുദുഷ്കൃതാത്മനാം ദുർദർശനം ദേവ യദദ്വരാത്മകം ചന്ദാംസി യസ്യ ത്വജിബർഹിരോമസ്വാദ്യം ദൃശിത്വം കൃഷുചാദ്രുഹോത്രം. വേദവും യത്നവുമാണ് ഭഗവാന്റെ സ്വരൂപമെന്ന് സംഗ്രഹിച്ചു ചെയ്ത സ്തുതിയെ തന്നെ വിസ്തരിച്ചുകൊണ്ട് വേദങ്ങളും യത്നങ്ങളും തന്നെ ഭഗവാന്റെ അവയവങ്ങൾ ആയിരിക്കുന്നതെന്ന് സ്പഷ്ടമായി കാണിക്കുന്നു. ആശ്ചര്യലീലയെ പ്രകാശിപ്പിക്കുന്ന ഹേ ദേവ, യാഗാത്മകമായ അങ്ങയുടെ ഈ ദിവ്യരൂപം പാപികൾക്ക് കാണുവാൻ സാധിക്കുന്ന ഒന്നല്ല. അന്ധക്കരണത്തിലുള്ള കാമാദി ദോഷങ്ങൾ നീങ്ങിയവർക്ക് മാത്രമേ ഈ ദിവ്യസ്വരൂപം കണ്ട് ആനന്ദിപ്പാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഈ ദിവ്യ വിഗ്രഹ ദർശനം സാധിച്ചിരിക്കുന്ന ഞങ്ങൾ ഭാഗ്യവാന്മാരായിരിക്കുന്നു. അങ്ങയുടെ ത്വക്കിൽ ഗായത്ര്യാദി ഛന്ദസ്സുകളും രോമങ്ങളിൽ ദർഭകളും നേത്രത്തിൽ ആഹൂതിക്ക് വേണ്ടതായ നെയ്യും 4 പാദങ്ങളിൽ ഹോതൃവർഗമായ 4 പേർ ചെയ്യുന്ന കർമ്മവും അടങ്ങിയിരിക്കുന്നു. സൃക്തുണ്ട ആസീത് സ്രുവൈശനാസയോരിഡോദരേ ചമസാ കർണരന്ധ്രേ പ്രാശിത്രമാസ്യേ ഗ്രസനേ ഗ്രഹാസ്തുതേ യച്ചർവണം തേ ഭഗവൻ അഗ്നിഹോത്രം. എല്ലാമായി ഭവിപ്പാൻ സമർത്ഥനായിരിക്കുന്ന ഈശ്വര, അങ്ങയുടെ മുഖാഗ്രത്തിൽ ജുഹുവും നാസികാദ്വാരങ്ങളിൽ സ്രുവവും ഉദരത്തിൽ ഹവിസിനെ ഭക്ഷിപ്പാനുള്ള ഇട എന്ന പേർ പറയപ്പെടുന്ന പാത്രവും കർണദ്വാരത്തിൽ ചമസങ്ങൾ എന്നു പേരുള്ള സോമപാത്രങ്ങളും മുഖത്തിൽ ബ്രഹ്മഭാഗം വെപ്പാനുള്ള പ്രാശിത്രവും മുഖദ്വാരത്തിൽ ഇന്ദ്രാദി ദേവന്മാർക്കുള്ള ഭാഗം വെപ്പാനുള്ള ഗ്രഹങ്ങൾ എന്ന പാത്രങ്ങളും അടങ്ങിയിരിക്കുന്നു. യത്നവരാഹമൂർത്തിയായ അങ്ങയുടെ ചർവണം അഗ്നിഹോത്രമെന്നുള്ള കർമ്മവുമാകുന്നു. ദീക്ഷാനുജന്മോപസദശിരോധരം ത്വം പ്രായണീയോ ദയനീയ ദംഷ്ട്രഃ ജിഹ്വാപ്രവർഗസ്തവ ശീർഷകം ക്രതോഹോ സഭ്യാവസത്യം ചിതയോ സവോഹിതേ. അതാതവസരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ മാതിരിയുള്ള അങ്ങയുടെ അഭിവ്യക്തി ദീക്ഷിക്കപ്പെടുവാൻ യോഗ്യമായ ഇഷ്ടി എന്ന കർമ്മം. ഉപസത്തുക്കൾ എന്ന് പറയുന്ന 3 വിധമായ ഇഷ്ടികൾ അങ്ങയുടെ കണ്ഠനാളമാകുന്നു. ദീക്ഷ കഴിഞ്ഞ ഉടനെ നടത്തുന്നതായ പ്രായണീയ എന്നു പേരുള്ള ശരഭേഷ്ടിയും അവസാനത്തിൽ നടത്തുന്നതായ ഉദയനീയ എന്ന ഇഷ്ടിയും അങ്ങയുടെ 2 ദംഷ്ട്രങ്ങൾ. പ്രവർഗ്യം എന്ന മഹാവീരകർമ്മം അങ്ങയുടെ ജിഹ്വയാകുന്നു. സഭ്യം എന്ന പ്രത്യേക നാമധേയമുള്ള ഹോമരഹിതാഗ്നിയും അവസ്ഥ്യം എന്ന് പറയപ്പെടുന്ന ഔപസനാഗ്നിയും യത്നമൂർത്തിയായ അങ്ങയുടെ ശിരസ്സാകുന്നു. യാഗാർത്ഥം അഗ്നിയെ ഉജ്ജ്വലിപ്പിക്കുവാനുള്ള ചമതകൾ അങ്ങയുടെ പ്രാണങ്ങളാകുന്നു. സോമസ്തുരേതസ്സവനാന്യവസ്ഥിതി സംസ്ഥാവിഭേദസ്തവ ദേഹദാദവഃ
സത്രാണി സർവാണി ശരീരസന്ധിസ്ത്വം സർവയത്നക്രതുരിഷ്ടിബന്ധനഃ. സോമം എന്ന ഔഷധവിശേഷം അങ്ങയുടെ രേതസ്സും പ്രാതകാലം, മധ്യാഹ്നകാലം, സായകാലം ഈ 3 സമയങ്ങളിൽ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളായ സവനങ്ങൾ, ബാല്യ യൗവന വാർദ്ധക്യാദി അവസ്ഥാവിശേഷങ്ങളും, അഗ്നിഷ്ടോമം, അത്യഗ്നിഷ്ടോമം, ഉത്തം, ഷോഡശി, വാജപേയം, അതിരാത്രം, ആപ്തോര്യാമം എന്നു പറയപ്പെടുന്ന 7 വിധം കർമ്മങ്ങൾ, 7 ധാതുക്കളും, ഒരു ദിവസം കൊണ്ട് പര്യവസാനിക്കുന്ന കർമ്മം മുതൽ 1000 സംവത്സരം കൊണ്ട് അവസാനിക്കുന്നതായ കർമ്മം ഉൾപ്പെടെയുള്ള സർവസത്രങ്ങൾ ശരീരസന്ധികളുമാകുന്നു. സോമം എന്ന ഔഷധരസം ഉപയോഗിക്കാതെ നടത്തുന്നതായ യത്നങ്ങളെന്ന് പറയപ്പെടുന്ന കർമ്മങ്ങളും സോമരസത്തോടുകൂടിയ ക്രതുവെന്ന കർമ്മവും അങ്ങുതന്നെയാകുന്നു. യാഗമാകുന്ന അനുഷ്ഠാനത്തിൻ്റെ അധിഷ്ഠാനത്തോടു കൂടിയവനാകുന്നു അങ്ങ്. നമോ നമസ്തേ അഖിലമന്ത്രദേവത ദ്രവ്യായ സർവക്രതവേ ക്രിയാത്മനെ വൈരാഗ്യഭക്ത്യാത്മജയാനുഭാവിതജ്ഞാനായ വിദ്യാഗുരവേ നമോ നമഃ. വേദത്തിലെ ആദ്യ ഭാഗമായ പൂർവകാന്ഡം അല്ലെങ്കിൽ കർമ്മകാന്ഡം ഭഗവാനെ കർമ്മസ്വരൂപനായിട്ട് കൽപ്പിക്കുന്നു. ദ്രവ്യദേവതകളെ പ്രകാശിപ്പിക്കുന്ന വേദവാക്യങ്ങളാകുന്ന മന്ത്രങ്ങളും ഉദ്ദേശിപ്പാൻ യോഗ്യന്മാരായ ഇന്ദ്രാദി ദേവന്മാരാകുന്ന ദേവതകളും നെയ്യ്, തൈർ, പാൽ, സോമം എന്ന യാഗദ്രവ്യങ്ങളും ക്രതുക്കളും അനുഷ്ഠാനരൂപമായ കർമ്മങ്ങളും യാതൊരുവൻ്റെ സ്വരൂപമാണെന്ന് വേദത്തിലെ പൂർവഭാഗം വിധിച്ചിരിക്കുന്നുവോ, ദേവതാദ്രവ്യ കർമ്മസ്വരൂപനായ ആ അങ്ങേക്ക് നമസ്കാരം, നമസ്കാരം. വിഷയങ്ങളിൽ ആസക്തി ഇല്ലാതെ ഇരിക്കുന്നതായ വൈരാഗ്യം, അതോടുകൂടിയതായ പരമപ്രേമലക്ഷണയായ ഭക്തി, അന്ധക്കരണ സ്ഥൈര്യരൂപമായ ആത്മജയം എന്നീ ഉപായങ്ങളാൽ അനുഭവപ്പെടുന്നതായ ജ്ഞാനവും ആ മാർഗത്തെ ഉപദേശിച്ച് അനുഭവപ്പെടുത്തി കൊടുക്കുന്ന ഗുരുവുമായിരിക്കുന്ന അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ദംഷ്ട്രാഗ്രകോട്യ ഭഗവം സ്തുയാ ധൃത വിരാജതേ ഭൂധര ഭൂസഭൂധര യഥാ വനാ നിസ്സരദോ ദദാ ധൃത മദംഗജേന്ദ്രസ്യ സപത്രപത്മിനി. താണുപോയതായ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഹേ ഭഗവൻ, അങ്ങയാൽ ദംഷ്ട്രാഗ്രം കൊണ്ട് ധരിക്കപ്പെട്ടിരിക്കുന്നതും പർവ്വത വൃക്ഷലതാദികളോട് കൂടിയിരിക്കുന്നതുമായ ഈ ഭൂമി, ജലത്തിൽ നിന്നും കയറി വരുന്ന മത്തഗജം, ദന്തം കൊണ്ട് ധരിച്ചിരിക്കുന്ന ഇലകളും പുഷ്പങ്ങളുമുള്ള താമരവല്ലി എന്ന പോലെ വിശേഷമായി വിളങ്ങുന്നു. മത്തഗജത്തിന് ഒരു താമരവല്ലിയെ കൊമ്പിൽ ധരിക്കാനുള്ള പ്രയാസമേ ഭഗവാന് ഭൂമിയെ പ്രളയജലത്തിൽ നിന്ന് ഉദ്ധരിപ്പാൻ ഉണ്ടായിട്ടുള്ളൂവെന്ന് മനസ്സിലാക്കണം. ത്രയീമയം രൂപമിദം ച സൗകരം ഭൂമണ്ഡലേ നാദദധാധൃതേന തേ ചകാസ്തി ശൃംഗോടഘനേന ഭൂയസ കുലാചലേന്ദ്രസ്യ യദൈവ വിഭ്രമഃ. വേദം തന്നെ സ്വരൂപത്തെ ധരിച്ചു വന്നിരിക്കുന്നതായ അങ്ങയുടെ ഈ സൂകരാകൃതി ദന്തത്താൽ ധരിക്കപ്പെട്ടിരിക്കുന്ന ഭൂമണ്ഡലം നിമിത്തം ശിഖരത്തിൽ മേഘത്തെ ധരിച്ചിരിക്കുന്ന കുലപർവ്വതമെന്ന പോലെ ശോഭിക്കുന്നു. സംസ്ഥാപയൈനാം ജഗതാം സദസ്തുഷാം ലോകായ പത്നീമസിമാതരം പിതാ വിദേമ ചാസ്യൈ നമസാ സഹത്വയാ യസ്യാം ത്വതേജോഗ്നിമിവാരണാവദാഹ. സ്ഥാവര ജംഗമരൂപമായ ലോകത്തിൻ്റെ നിവാസസ്ഥാനമായിട്ട് അങ്ങയുടെ പത്നിയും ലോകമാതാവുമായ ഈ ഭൂമിയെ ഈ ജലത്തിൽ സ്ഥാപിച്ചാലും അങ്ങ് ലോകപിതാവാണല്ലോ. ഞങ്ങൾ അങ്ങേക്കും ഭൂമിക്കും നമസ്കാരം ചെയ്യുന്നു. ഈ ജലത്തിൽ താഴാതെ ഉറച്ചിരിക്കുവാനുള്ള വീര്യം അങ്ങ് ഈ ഭൂമി അരണിയിൽ അഗ്നി എന്ന പോലെ സ്ഥാപിച്ചിരിക്കുന്നുവല്ലോ. കസ്രദ്ദീത്താന്യതമസ്തവ പ്രഭോ രസാം ഗതായ ഭുവ ഉദ്ദിബർഹണം ന വിസ്മയോസൗ ത്വയി വിശ്വവിസ്മയേ യോ മായയേദം സസൃജേതി വിസ്മയം. ഹേ പ്രഭോ, രസാതലത്തിൽ ചെന്നിരിക്കുന്ന ഭൂമിയെ ഉയർത്തുവാൻ സാധ്യമാണെന്നുള്ള വിചാരം തന്നെ അങ്ങയെ ഒഴിച്ച് അന്യനായ ഏതൊരുവനുണ്ടാകും. എന്നാൽ സകല ആശ്ചര്യങ്ങളുടെയും നിവാസസ്ഥാനമായിരിക്കുന്ന അങ്ങയിൽ ഇത് ആശ്ചര്യമല്ല. അങ്ങയുടെ അചിന്ത്യമായ പ്രഭാവത്താൽ ദേവം, മാനുഷ, മൃഗ, പക്ഷ്യാദ്യാത്മകമായ അന്യോന്യ ഭിന്നവർഗത്തെ ഏകമായ വീര്യത്തിൽ നിന്ന് ജനിപ്പിച്ചിരിക്കുന്നുവല്ലോ. ബീജം ഒന്നായിരിക്കെ അതിൽ നിന്നുണ്ടാകുന്ന സസ്യങ്ങൾ ബഹുവിധങ്ങളായിരിക്കുക എന്നത് അത്യാശ്ചര്യമല്ലേ? ആ അത്യാശ്ചര്യത്തെ നടത്തുന്ന അങ്ങയുടെ മറ്റേതൊരു പ്രവൃത്തിയും ആശ്ചര്യകരമാണെന്ന് പറഞ്ഞുകൂടാ. വിദുന്വതാവേദമയം നിജം വപുർ ജനസ്തപസ്സത്യനിവാസിനോ വയം സടാശിഗോദ്ഭൂത ശിവാംബുബിന്ദുഭിർ
വിമൃജ്യമാന വൃഷമീശപാവിതാഹ. അല്ലയോ ഈശ്വര, അങ്ങയുടെ വേദാത്മകമായ ഈ ശരീരത്തെ ജലത്തിൽ നിന്നു കയറി വന്ന ഉടനെ കുടഞ്ഞ സമയം പിരടി രോമങ്ങളുടെ അഗ്രങ്ങളിൽ നിന്ന് വ്യാപിച്ചതായ പുണ്യജലത്തുള്ളികൾ ജനർലോകം, തപോലോകം, സത്യലോകം എന്നീ സ്ഥാനങ്ങളിൽ വസിക്കുന്ന ഞങ്ങളുടെ ശരീരങ്ങളിൽ സ്പർശിച്ചതുകൊണ്ട് ഞങ്ങൾ എത്രയും പരിശുദ്ധരായി ഭവിച്ചു. സവൈബദഭ്രഷ്ടമതിസ്തവൈഷതേ യകർമ്മണാം പാരമപാരകർമ്മണഃ യദ്യോഗമായ ഗുണയോഗമോഹിതം വിശ്വം സമസ്തം ഭഗവൻ വിദേഹിശാം. ഹേ ഭഗവൻ, അങ്ങയുടെ കർമ്മങ്ങൾക്ക് അവധിയില്ലാതിരിക്കെ അവയുടെ അവധി കാണണമെന്ന് ആഗ്രഹിക്കുന്നവൻ ബുദ്ധിയില്ലാത്തവൻ തന്നെ. എന്തുകൊണ്ടാണിങ്ങനെ ആഗ്രഹിക്കുന്നതെന്നാൽ അവിടുത്തെ യോഗമായയുടെ ഗുണങ്ങളോട് ചേർന്നതുകൊണ്ട് ആ വിധം ആഗ്രഹം ജനിക്കുന്നതാകുന്നു. ലോകം സമസ്തവും മായാഗുണമോഹിതമായിരിക്കുന്നു. ഞങ്ങളാകട്ടെ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. മൈത്രേയ ഉവാച. ഇത്യുപസ്ഥീയമാനസ്തൈർമുനിഭിർബ്രഹ്മവാദിഭിഃ സലിലേ സ്വകുരാക്രാന്ത ഉപാദത്താവിതാവനീം. മൈത്രേയർ പറഞ്ഞു, വേദതുല്യങ്ങളായ വാക്കുകൾ കൊണ്ട് മുകളിൽ പറഞ്ഞ വിധം മുനിമാരാൽ സ്തോത്രം ചെയ്യപ്പെട്ടിരിക്കുന്ന ലോകരക്ഷിതാവായ ഭഗവാൻ തൻ്റെ കാലടികളുടെ സ്പർശനം നിമിത്തം ധാരണാശക്തിയോടുകൂടിയ ആ കാരണജലത്തിൽ ഭൂമിയെ ഉറപ്പിച്ചു. ഭഗവാന്റെ ശക്തി ഭൂമിക്ക് സിദ്ധിച്ചതുകൊണ്ടാണ് കാരണജലത്തിൽ താണുപോകാതെ നിൽക്കുന്നത്. ഏതൊരു ദിക്കിലും തടസ്സമില്ലാത്ത ആജ്ഞയോടുകൂടിയ ഭഗവാൻ വരാഹമൂർത്തി ഇപ്രകാരം രസാതലത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ഭൂമിയെ ജലത്തിൽ ഉറപ്പിച്ചു. ഭക്തന്മാരുടെ സങ്കടങ്ങളെ നിശേഷം നശിപ്പിക്കുന്ന ശ്രീഹരി അവിടെ തന്നെ മറയുകയും ചെയ്തു. യാതൊരുവനിൽ സമർപ്പിച്ചിരിക്കുന്ന വിചാരശക്തി സർവ്വപാപങ്ങളെയും സംഹരിപ്പാൻ സമർത്ഥയോ, യാതൊരുവൻ്റെ മായാവിലാസം കീർത്തിക്കുവാൻ തക്കതായ ആശ്ചര്യത്തിനിരിപ്പിടമായിരിക്കുന്നുവോ, ആ ശ്രീ ഭഗവാൻ സകല മംഗളങ്ങളെയും നൽകുന്നതിന് യോഗ്യതയുള്ള ഈ മനോഹര കഥയെ ഭക്തിപൂർവം കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നവൻ ആരായിരുന്നാലും അവൻ്റെ ഹൃദയത്തിൽ തൽക്ഷണം പ്രസാദിക്കും. കേൾക്കുവാനും കേൾപ്പിക്കുവാനുമുള്ള അധികാരി ഭക്തിയുള്ളവൻ തന്നെ. ഭഗവാൻ പ്രസാദിച്ചാൽ സിദ്ധിക്കാതെ എന്തിരിക്കുന്നു. എന്നാലും തുച്ഛകളായിരിക്കുന്ന ആശകളെ ബലിപ്പിക്കണമെന്നുള്ള പ്രാർത്ഥനാബുദ്ധിയുള്ള ഒരുവൻ ആ ഭഗവാനെ നിർവ്യാജമായി ഭജിക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒന്നിനെയും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഭജനം തന്നെ വ്യർത്ഥമല്ലേ എന്ന് ശങ്കിക്കണ്ട. യാതൊന്നും സങ്കല്പിക്കാതെ ഭജിക്കുന്നവരുടെ ഹൃദയഗുഹയിൽ വസിക്കുന്ന ആ ഭഗവാൻ പ്രാർത്ഥിക്കാതെ തന്നെ അവർക്ക് കൈവല്യത്തെ നൽകുന്നു. നാശരഹിതമായ പരമപുരുഷാർത്ഥം കൈവല്യം മാത്രമാണ്. ധർമാർത്ഥ കാമമോക്ഷങ്ങളായ 4 വിധ പുരുഷാർത്ഥങ്ങളെയും ലഭിപ്പാൻ ഈശ്വരകാരുണ്യം തന്നെ പരമകാരണമെന്ന് അറിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരുവൻ മൃഗതുല്യനല്ലെന്നു വരുന്ന പക്ഷം സകല സംസാരക്ലേശങ്ങളെയും വേരോടെ നശിപ്പിച്ച് പരമാനന്ദത്തെ നൽകുന്നതായ ഭഗവാന്റെ കഥയാകുന്ന അമൃതത്തെ ശ്രോത്രപുടങ്ങൾ കൊണ്ട് എത്ര തന്നെ പാനം ചെയ്താലും മതിയെന്ന് വിചാരിക്കുമോ? ഒരിക്കലും വിചാരിക്കയില്ല. അഥവാ അങ്ങനെ ഒരുവന് തോന്നുന്ന പക്ഷം അവൻ അനന്ത ജന്മങ്ങളിൽ ചെയ്തതായ പാപത്തിൻ്റെ ഫലം അവനെ മൃഗാവസ്ഥയിലേക്ക് കൊണ്ടുപോവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളണം. കഥാശ്രവണം ഭഗവത് പ്രസാദത്തിന് കാരണമായിരിക്കുന്നതിനാൽ സർവ പുരുഷാർത്ഥങ്ങളെയും നൽകുന്ന ഭഗവാന്റെ കഥകളെ നിരന്തരം ശ്രദ്ധയാ കേൾക്കണം. കൈവല്യത്തെ മാത്രം ആഗ്രഹിപ്പാൻ തക്ക വിഷയവൈരാഗ്യം സിദ്ധിക്കാത്ത സാമാന്യ ജനങ്ങൾക്ക് ത്രിവർഗത്തിൽ ധർമാർത്ഥ കാമങ്ങളിൽ ആശയുണ്ടാവുന്ന പക്ഷം അതും ഭഗവത് പ്രസാദത്താൽ മാത്രമേ സഫലമാകുകയുള്ളൂ. സുവിരക്തനും അവിരക്തനും ഭഗവത് കഥാ പരിശീലനം അത്യാവശ്യമാണ്. 13-ാമത്തെ അധ്യായം സമാപിച്ചു. 14-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.